وبركاته. بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, നാട്ടു നേതാക്കന്മാരെ, സ്നേഹനിധികളായ സഹോദരന്മാരെ, അല്ലാഹു നമ്മളെല്ലാവരെയും മുത്തുബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇരു വീട്ടിലും അല്ലാഹു വിജയികളെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്കിനി പ്രധാനപ്പെട്ട ഭാഗം ദുആയാണ്. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിന്റെ ഈ ഉയർച്ച നിങ്ങളെ കയ്യിലുള്ള സമ്പത്തോ മുതലോ ഒന്നും അല്ല. നിങ്ങൾ ഈ നാട്ടിൽ നിലനിർത്തുന്ന സലാത്ത്, അതുപോലെ മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളോടുള്ള സ്നേഹമാണ് നിങ്ങളെ ഈ നാട്ടിൽ ഈ നിലക്കുള്ള ഒരു ഉയർച്ചയാക്കി മാറ്റിയത്. ഒരു 30ഓളം പോലെയുള്ള ഒരു മഹല്ലിൽ 24,000-ഓളം മാസശമ്പളം ഉസ്താദുമാർക്ക് മെച്ചമായ നിലക്ക് കൊടുത്ത് എടുത്ത സംഘടനകളും അതിനുള്ള ഒരു സെറ്റപ്പ് മാസത്തോളം തികയുകയും ആ ഒരു രീതിയിൽ എത്തിപ്പിച്ചത് അത് മഹാന്മാരായ ബദരീങ്ങൾ എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിലക്കുള്ള ആ ഒരു ബഹുമാനം നമ്മുടെ ഖൽബിൽ എപ്പോഴും വേണം. നമുക്ക് പ്രധാനപ്പെട്ടത് സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്തിനെ വിട്ട് എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും നമുക്കില്ല. അത് വാപ്പയായാലും വലുതില്ല. ഏതൊരു വെച്ചെങ്കിൽ കല്ലടക്ക ഭാഗത്ത് ഒരു സംഭവം നടന്ന് ഒരു മകന് ഗൾഫിൽ പോകുമ്പോ നല്ല രീതിയിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് മൊയിലോദിനെയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ ബാപ്പാന്റെ ആവേശം കണ്ടില്ലേ? ബാപ്പ എന്നോട് പ്രഖ്യാപിച്ച് പറയുന്നു, ഞാൻ അവന്റെ വീട്ടിലേക്ക് കയറ്റൂല. അങ്ങനെ അവൻ വീട്ടിലേക്ക് വന്നു. വരുന്ന സമയത്ത് കാലി കയ്യിൽ വന്നതല്ല, കുറെ ലഗേജുമായി കുറെ പണവും ബാപ്പാക്ക് ആദ്യം അയച്ചിരുന്നു. വരുന്ന സമയത്ത് ഈ പാവപ്പെട്ട ബാപ്പ പറഞ്ഞത്, ബദരീങ്ങളെയും സയ്യിദന്മാരെയും അംഗീകരിച്ചില്ല, എന്റെ വീട്ടിലേക്ക് നീ കയറണ്ട. അങ്ങനെ അവനെ പുറത്തിട്ട് അവസാനം ആ ചെക്കൻ നിരപരാധിയായി അവസാനം അവനിക്ക് അക്ക് മനസ്സിലായി. ഇന്ന് രാവിലെയാണ് എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഞാൻ ബാപ്പക്ക് പിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇനി അവനെ കയറ്റാം. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. ഇത് സുന്നത്ത് ജമാഅത്ത്. സാന്ദർഭികമായി ചില വ്യക്തികൾ അങ്ങനല്ല, സാന്ദർഭികമായി മാത്രം സുന്നത്ത് ജമാഅത്ത്, സമയത്തിനൊത്ത് സുന്നത്ത് ജമാഅത്ത്. അത് നമുക്ക് കിട്ടാവില്ല. എല്ലാ സമയത്തും സുന്നത്ത് ജമാഅത്ത് എന്നുള്ള ആശയം. കാരണം നമുക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നും നമ്മളെ നേതൃത്വം വഹിക്കുന്ന മഹാന്മാർ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, അവർക്ക് അതിനു വേണ്ടി ശ്രമിച്ചവരാ. എവിടെ നമ്മൾ ഫളിയത്താവൂല, എവിടെ നമ്മൾ അള്ളാഹ് കൊടുക്കൂല. അനുഭവം തന്നല്ലേ ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ. നമ്മളെ ഖാലി വാട്സപ്പിലൊക്കെ വരാൻ തുടങ്ങി, കുറെ തങ്ങളെ കൈകെട്ടിയിട്ടും അതുപോലെ പല സംഭവമൊക്കെ. അപ്പോൾ തന്നെ എനിക്ക് ഫോൺ വിളിച്ച് തങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അൽഹംദുലില്ലാഹ് തങ്ങൾ പറഞ്ഞ്, ഞാൻ സലാത്തിന്റെ മജ്ലിസിലുണ്ട്, ഞാൻ സലാത്തിന്റെ മജ്ലിസിലുണ്ട്. സംഭവം അറിഞ്ഞില്ലേ? അള്ളാഹു ഒരുത്തനെ രക്ഷപ്പെടുത്തുന്നു എന്നതിന് തെളിവ് അത് തന്നെ മതി. ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ കാറെന്ന് വിചാരിച്ചിട്ടാണ് കല്ലെറിഞ്ഞത്. കൂറത്തങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാർ സർവീസിൽ വെച്ചതുകൊണ്ട് വേറെ ക്വാളിസിൽ കൂടിയാണ് പോയത്. അല്ലാഹു തആല കൂറത്തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾ ഇന്ന് സജിപ്പയിലേക്ക് പോകുമോ, നിങ്ങളെ വാഹനം പറ്റിയില്ല, അത് മറ്റുള്ള വാഹനത്തിൽ പോകണം. ഇവരെന്ത് വിചാരിച്ച് കൂറത്തങ്ങൾ അതേ കളറുള്ള ഒരു വണ്ടിയാണ് അഷ്റഫ് തങ്ങളെ കാറ്, കൂറത്തങ്ങൾ എന്ന് വിചാരിച്ച് കല്ലെറിഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്വഭാവമൊക്കെ ഇതിന്നല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ ഉറങ്ങിയ നേരത്ത് ശത്രുക്കൾ ഒരുമിച്ച് കൂടില്ലേ? അപ്പോഴാണ് അലിയാർ തങ്ങളെ പുതപ്പും കൂടി കിടത്തി റസൂലുള്ള ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് കാണാം, പക്ഷെ നമുക്ക് ആഖിറത്തിൽ ഇതിന്റെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട്, ഈ പാരമ്പര്യമുള്ള നാടാണ്, സയ്യിദന്മാരെ, ആലിമീങ്ങളും തങ്ങന്മാരെ, ഉസ്താദന്മാരെ ആദരിക്കുന്ന, വളരെ സുന്നത്ത് ജമാഅത്ത് സ്വീകരിക്കുന്ന നാടാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ.
ഇതൊരു പക്ഷെ ആരെങ്കിലും ഒരു തങ്ങളെ ആക്ഷേപിക്കുന്നുണ്ട്, ഒരു തങ്ങളെ ചീത്ത പറയുന്നുണ്ട്. നമുക്ക് പറയാനുള്ളത് ഒന്നുമില്ല. റസൂലുള്ളാഹിനെ പറ്റി 1400 വർഷത്തിന് മുമ്പ് തന്നെ പറഞ്ഞു. ആരെ പറ്റി? അവനെ പറ്റി നമ്മളെന്ത് പറയേണ്ടതില്ല. അവൻ അങ്ങനത്തോനോ ഇങ്ങനത്തോനൊന്നും. റസൂലുള്ളാഹി 1400 വർഷത്തിന് മുമ്പ് പറഞ്ഞു എന്ത്? അവനിക്ക് 3 സ്വഭാവം വേണം. ഒരു തങ്ങളെ ചീത്ത പറയണമെങ്കിൽ, ഒരു തങ്ങളെ ആക്ഷേപിക്കണമെങ്കിൽ അവനിക്ക് 3 സ്വഭാവം വേണം. ഒന്നാമത്തെ ഒന്നിരിക്കൽ അവൻ മുനാഫിക്കാണ്. മുനാഫിക് എന്ന് പറഞ്ഞെങ്കിൽ കാണുമ്പോൾ കൈമുത്തും, നല്ലത് തങ്ങ, ആ തങ്ങ, ഈ തങ്ങ, എല്ലാം പ്രയോഗാക്കും. മന്ത്രിക്കാനും പോവും, വെള്ളം പോവും, നൂലും പോവും. ബാക്കിൽ പോയിട്ട് അയാൾ അങ്ങനെ, ഇയാൾ ഇങ്ങനെ. ഇത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഏതുവരെ റസൂലുള്ളാഹി തങ്ങൾ പ്രഖ്യാപിച്ചു അവന്റെ മയ്യത്ത് റസൂലുള്ളാഹി തങ്ങളോട് പോലും ഖുർആനിൽ ഇറങ്ങിയത് അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇത് മുനാഫിക്കിന്റെ നേതാവാണ്. ഇവന്റെ അനുയായികൾ ഇവിടെ വേണം. അത് ഖിയാമത്ത് നാളോടെ വേണ്ടേ? അതുകൊണ്ട് ആരെങ്കിലും തങ്ങൾ ആക്ഷേപിക്കും, നമുക്ക് മനസ്സിലാക്കാൻ അവൻ മുനാഫിക്കാണ്. ഇനി അതല്ലെങ്കിൽ പിന്നൊരു അടയാളം മുന്നിലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എന്താ അടയാളം അറിയോ? ഒന്നിരിക്കലോ അവൻ അയിലുള്ള സമയത്ത് ബന്ധപ്പെട്ട് ജനിച്ച കുട്ടിയാണ്. ഒരു ഭാര്യ ഭർത്താവായി അയിലുള്ള സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല, ഹറാമാണ്. റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെയും തങ്ങന്മാരെയും ആലിമീങ്ങളെ ആക്ഷേപിക്കുന്നവനെ പറ്റി പറഞ്ഞതാണ്. ഇനിയൊരു പക്ഷെ അവൻ ആക്ഷേപിക്കുന്ന അവനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ് ഉണ്ട്. എന്ത്? അവന്റെ ഉമ്മ ബാപ്പ അയലുള്ള സമയത്ത് ബന്ധപ്പെട്ട് ജനിച്ച കുട്ടിയായിരിക്കും. അത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമ്മളൊന്നും ചീത്ത പറയേണ്ടതില്ല, ആരും ഞങ്ങൾ ആക്ഷേപിച്ചു. കാരണം റസൂലുള്ളാഹിനെ പറ്റി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ അടയാളമാരറിയോ? മൂന്നാമത്തെ വിഭാഗമാരറിയോ? റസൂലുള്ളാഹി പറയുന്നു ഒന്നിരിക്കലും അവൻ സിനയിൽ കൂടി ജനിച്ച കുട്ടിയായിരിക്കും. അല്ലാഹു കാക്കട്ടെ. ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്നത് 1400 വർഷത്തിന് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞ ഇങ്ങനത്തെ വിഭാഗം ഇവിടെ വരാനുണ്ട്. അപ്പൊ നമ്മളൊക്കെ ടെൻഷൻ ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്നത്, അൽഹംദുലില്ലാഹ് ഈ നാട് വലിയ സയ്യിദന്മാരെ ആലിമീങ്ങളെ സ്വീകരിക്കുന്ന അംഗീകരിക്കുന്ന പാരമ്പര്യമുള്ള നാടാണ്. ഇൻഷാ അല്ലാഹ് ഈ നാട്ടിൽ ഇന്ന് നമ്മളൊക്കെ അയാത്തിലുണ്ട്, യുവാക്കളൊക്കെ അയാത്തിലുണ്ട്. ഇനിയൊരു കാലം ഖിയാമത്ത് നാൾ വരെ ഈ നാട് നല്ല സുന്നത്ത് ജമാഅത്തിൽ നിലനിൽപ്പിൽ വേണം. അതിന്റെ ഭദ്രകോട്ടയായി ഇവിടെ നിങ്ങൾ പാലിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടെ പറയുന്നത്, അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഈ നാട് ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിൽ നിലനിൽക്ക് അല്ലാഹു നിലനിർത്തി തീർമാറാകട്ടെ. ഇത്ര മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പരിപാടി അബ്ബാസാക്ക് കൊണ്ടുവന്നേരം. ആ, അപ്പൊ അങ്ങനെ വേറെ